NOC വേണമെങ്കിൽ NOC കൊടുക്കാം. ഒരു 7.25 ലക്ഷം റുപ്യക്ക് NOC നമുക്ക് എടുത്തു കൊടുക്കാം. 15V 2015 മോഡൽ വി ഫുൾ അതെ, ഏത് ഇന്ത്യയിലെ എവിടെ തന്നെ RTO ഓഫീസ് ആണെങ്കിലും നമുക്ക് എടുത്തു കൊടുക്കാം അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഇത്രയും വണ്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള ഒട്ടുമിക്ക വാഹനങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മാത്രമല്ല, ഇവിടെ പുറത്തൊക്കെ വണ്ടികളുണ്ട്. ഇവിടെയുള്ള വാഹനങ്ങളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾ RTO ഓഫീസ് എവിടെയാണോ ആ RTO ഓഫീസിലേക്ക് NOC എടുത്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പർ സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തോളി. എന്നിട്ട് ആ നമ്പർ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നിങ്ങൾ ഇഷ്ടപ്പെട്ട RTO ഓഫീസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ എന്താ വില പ്രതീക്ഷിക്കണേ? ഇത് നമുക്കൊരു ഓഫറായിട്ട് 10.25 ലക്ഷം റുപ്യക്ക് NOC എടുത്ത് കൊടുക്കാം. NOCയിൽ 10.25 ലക്ഷം റുപ്യക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ മറ്റൊരു ക്രിസ്റ്റ, ഇത് നമ്മൾ ബ്ലാക്ക് ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് അല്ല, ഇത് ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക്. ഇതും 2021 വണ്ടിയാണ്. അപ്പൊ ഈ എത്തിയോസ് വരുന്നത് ആരെ പേരിലാണോ അവരെ RTOസിലേക്ക് നമുക്ക് NOC എടുത്ത് കൊടുക്കാം. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള നമ്പർ വേണമെങ്കിൽ ഏത് നമ്പർ അവർക്ക് സെലക്ട് ചെയ്താണ് നമ്പർ വേണമെങ്കിൽ അത് എടുക്കാം. 4,45,000 റുപ്യക്ക് നമുക്ക് NOCയിൽ കൊടുക്കാം. 6,90,000 റുപ്യക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2015 വണ്ടി 6,90. നിങ്ങൾ നോക്കിക്കോളി, വേറെ എവിടെയും കിട്ടൂല. അത് കേരള നമ്പറിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് 6,90 2015 മോഡൽ വണ്ടി. ഇതൊരു 3-4 കൊല്ലം മുന്നേ നമ്പർ ആയത്, 3 കൊല്ലം മുന്നേ നമ്പർ ആയ വണ്ടി. സൺറൂഫ് കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഇന്നോവന്റെ മോഡൽ 2011 വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമുക്കൊരു 4.5 ലക്ഷം റുപ്യക്ക് പേപ്പർ ആക്കി കൊടുക്കാൻ വണ്ടി. ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് 5,40,000 റുപ്യക്ക് 2018 ഡിസംബർ വണ്ടി നമുക്ക് കൊടുക്കാം. അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഓട്ടോ ഡീലക്സ് യൂസർ കാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് പള്ളിക്കൽ ബസാറിലുള്ള പുത്തൂർ പള്ളിക്കൽ ആൽഫ മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലുള്ള വാഹനങ്ങളാണ്. ഇവിടെയുള്ള വാഹനങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെയുള്ള വാഹനങ്ങൾ മുഴുവൻ കച്ചവടക്കാരാണ് കൂടുതലും കൊണ്ടുപോകാറുള്ളത്. മാർക്കറ്റ് റേറ്റിനേക്കാളും 50,000 1 ലക്ഷമൊക്കെ വില വ്യത്യാസം ഇവിടെയുള്ള വാഹനങ്ങൾക്ക് വരാറുണ്ട്. ഞാൻ ഒരുപാട് വാഹനങ്ങൾ പരിചയപ്പെടുന്നുണ്ട്, ഏകദേശം ഒരു 10-20ഓളം വണ്ടികൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വാഹനങ്ങൾ നിങ്ങൾ ഓപ്പൺ മാർക്കറ്റിൽ വില വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് അതിൻ്റെ ഓണർമാർ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആ വിലകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, എന്നിട്ട് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനുമായി വന്നോളി. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. 2015 റേഞ്ചിൽ വരുന്ന ഇനോവ അടക്കം, ഇനോവ ഉണ്ട്, ഫോർച്യൂണർ ഉണ്ട്, അതേപോലെ അൾട്ടിസ് ഉണ്ട്, എത്തിയോസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ, ഇനോവ ക്രിസ്റ്റ ഉണ്ട്, ബെൻസ്, GL ഉണ്ട്, അങ്ങനെ ഒരുപാട് വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ വാഹനങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് നമ്മൾ അൽഫ യൂസ്ഡ് കാർസ് പുത്തൂർ പള്ളിക്കലിന്. ആദ്യം നമ്മൾ ഓഫറായിട്ട് 2 നല്ല വണ്ടി, കിടിലം വണ്ടികൾ. എത്തിയോസ് 2018 ഡിസംബർ, മാനുഫാക്ചറിങ്ങും ഡിസംബർ തന്നെയാണ് വരുന്നത് വണ്ടി. ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് 2 NOC കൊണ്ടോട്ടിക്ക് NOC എടുത്ത വണ്ടിയാണ്. ഇതിപ്പോൾ നിലവിൽ പുറത്ത് വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. 2 NOC കൊണ്ടോട്ടിക്ക് NOC എടുത്തത്. അപ്പോൾ ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് 2 വണ്ടിയും, രണ്ട് വണ്ടി 2018 ഡിസംബർ തന്നെയാണ്. 2018 മാനുഫാക്ചറിങ് തന്നെയാണ് വരുന്നത്. ഇന്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ്, ഒരു പോരായ്മകളൊന്നുമില്ല. ഫുൾ വർക്ക്, എല്ലാ വർക്കും കഴിഞ്ഞ വണ്ടിയാണ്. ടച്ചിങ്ങും പോളിഷൊക്കെ കഴിഞ്ഞ വണ്ടിയാണ്. കസ്റ്റമർക്ക് എടുക്കുക, കൊണ്ടുപോവുക, ഉപയോഗിക്കുക. ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് 5,40,000 റുപ്യക്ക് 2018 ഡിസംബർ വണ്ടി നമുക്ക് കൊടുക്കാം. പുതിയ പേപ്പർ എടുത്തുകൊണ്ട് 5,40,000 2 എത്തിയോസ് അല്ലേ? 2 എത്തിയോസ്. ഓക്കെ. പിന്നെ നമ്മൾ അടുത്ത് ഇനോവയാണ് ഇപ്പോൾ ഉള്ളത്. ഇനോവന്റെ മോഡൽ ഏതാണ്? 2011 വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇത് നമുക്കൊരു 4.5 ലക്ഷം റുപ്യക്ക് പേപ്പർ ആക്കി കൊടുക്കാൻ വണ്ടി. 4.5 ലക്ഷം റുപ്യക്ക് 2011 വണ്ടി. 2011 വണ്ടി 4.5 ലക്ഷം റുപ്യക്ക് വേറെ എവിടെ കിട്ടും? നല്ല ക്ലീൻ ക്വാളിറ്റി വണ്ടി കേട്ടോ, കാണാനൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ബാക്കി ആൽഫ കാർസിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി കാണാൻ പറ്റും. പ്രത്യേകിച്ച് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി കേട്ടോ, 4,40,000. അതേപോലെ ക്യാമറി ഏറ്റവും ടോപ്പ് മോഡൽ വരുന്ന, സൺറൂഫ് ഒക്കെ വരുന്ന 2011 ഏറ്റവും ടോപ്പ് മോഡലിൽ വരുന്ന വണ്ടി. സൺറൂഫ് കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് ആണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ടയറൊക്കെ ഏകദേശം 80% ടയർ ഉണ്ട്. ഇത് നമുക്ക് ഭംഗിയുള്ള വണ്ടിയാണ്. ഇത് NOC കൊണ്ടോട്ടിക്ക് NOC എടുത്ത വണ്ടിയാണ്. ഇത് നമുക്ക് പേപ്പർ ആക്കിയിട്ട് ഒരു ഓഫറായിട്ട് 3,20,000 റുപ്യക്ക് നമുക്ക് 2011 ക്യാമറി പേപ്പർ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്ത് തന്നോളി. നമ്മൾ കാത്തുനിന്ന് കഴിഞ്ഞാൽ വണ്ടികളൊക്കെ തീർന്നു പോകും. പിന്നെ അടുത്ത വൈറ്റ് കളർ ഇന്നോവ. ഇത് 2015 നവംബർ ഇന്നോവ, G3 വരുന്ന ഇന്നോവയാണ്. ഇത് നമുക്ക് ഇത് 3rd ഓണർ വണ്ടിയാണ്. ഇന്റീരിയല് കാര്യങ്ങൾ എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ്. വലിയ വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. നമുക്ക് എത്ര കൊടുക്കാം? ഒരു 6,90,000 റുപ്യക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2015 വണ്ടി 6,90.
നിങ്ങൾ നോക്കിക്കോളി, വേറെ എവിടെയും കിട്ടൂല. അത് കേരള നമ്പറിലായിട്ട് നമ്മൾ കൊടുക്കുന്നത് 690 2015 മോഡൽ വണ്ടി. ഇതൊരു 3-4 കൊല്ലം മുന്നേ നമ്പർ ആയത്, 3 കൊല്ലം മുന്നേ നമ്പർ ആയ വണ്ടി. KL10 രജിസ്ട്രേഷൻ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് 5 കൊല്ലത്തേക്ക് പുതിയ പേപ്പർ, 5 കൊല്ലം 2030 വരെ പേപ്പർ ആക്കിക്കാണ്ട് 2010 വണ്ടിയാണ്. 5 കൊല്ലത്തെ പുതിയ പേപ്പർ കേരളത്തിൽ NOC ആയ വണ്ടിയാണ്. 5 കൊല്ലത്തേക്ക് പുതിയ പേപ്പർ എടുത്ത അൾട്ടീസ് ആണ്. G അല്ലേ ഓപ്ഷൻ വരുന്നത്? G ആണ് ഓപ്ഷൻ. നല്ല വണ്ടിയാട്ടോ, വർക്കിംഗ് ആണ്. അതേപോലെ ടയറൊക്കെ പുതിയ ടയറാണ്, 80% മേലെ ടയർ ഉണ്ട്, ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ വർക്കുകളോ കാര്യങ്ങളൊന്നും വണ്ടിമേൽ ഒരു വർക്കും എടുക്കാനില്ല. AC കാര്യങ്ങളൊക്കെ എല്ലാം കൂളിംഗ്. വാഹനത്തിന്റെ ഇന്റീരിയർ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു 2010 വണ്ടിയാന്ന് തോന്നൂല, അത്രയും ക്ലീൻ ആണ്. ഇതൊക്കെ നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് 2,35,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി പേർക്കാക്കി കൊടുക്കാം. 2,35,000 രൂപയ്ക്ക് 2030 വരെ പേപ്പറുള്ള കേരള നമ്പറിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടി. എത്തിയോസ് ലീവ 2016 അല്ലത്? ഇത് 2016 ഡുവൽ ടോൺ ഒറിജിനൽ വരുന്ന കമ്പനി കളർ വരുന്ന വണ്ടി. ഇത് VD ആണ്. അലോവീല് കാര്യങ്ങളൊക്കെ ഡയമണ്ട് കട്ട് അലോവീല് കാര്യങ്ങള്, വേറെ വർക്ക് ഒന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 1,35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി, സിംഗിൾ ഓണറുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 6 പേർക്ക് NOC ഇപ്പൊ എടുത്തിട്ടില്ല. 6 പേർക്ക് നമുക്ക് എവിടേക്കും ഇന്ത്യയിലെ എവിടേക്കും നമുക്ക് NOC എടുത്തു കൊടുക്കാം. അപ്പൊ ഈ എത്തിയോസ് വരുന്നത് 6 പേരിലാണോ അവരെ RTOസിലേക്ക് നമുക്ക് NOC എടുത്തു കൊടുക്കാം. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള നമ്പർ വേണമെങ്കിൽ ഏത് നമ്പർ അവർക്ക് സെലക്ട് ചെയ്താണ് നമ്പർ വേണമെങ്കിൽ അത് എടുക്കാം. 4,45,000 രൂപയ്ക്ക് നമുക്ക് NOCയിൽ കൊടുക്കാം. 4,45 NOCയിൽ കൊടുക്കാം. ചെറിയ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇവിടെയുള്ള ഒട്ടുമിക്ക വാഹനങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് മാത്രമല്ല, ഇവിടെ പുറത്തൊക്കെ വണ്ടികളുണ്ട്. ഇവിടെയുള്ള വാഹനങ്ങളുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നിങ്ങൾ RT ഓഫീസ് എവിടെയാണോ ആ RT ഓഫീസിലേക്ക് NOC എടുത്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പർ സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തോളി. എന്നിട്ട് ആ നമ്പർ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നിങ്ങൾ ഇഷ്ടപ്പെട്ട RT ഓഫീസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പുറത്തുള്ള വണ്ടികളൊക്കെ അല്ലേ, ഈ ഇനോവകളാണുള്ളത്. ഇതെങ്ങനെയാണ്? ഇത് 2012 ഡിസംബർ മാനുഫാക്ചറിങ് വരുന്ന ഇന്നോവ V ആണ്. V ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 1,78,000 കിലോമീറ്റർ ഓടിയാണ്. ഒറിജിനൽ സർവീസിൽ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ ഏകദേശം ആവറേജ് ഉണ്ട്. അത് നല്ല വൃത്തിയുണ്ട്, കസ്റ്റമർക്ക് എടുത്ത് ഓടിയാൽ മതി. വേറെ വർക്കുകളൊന്നും ചെയ്യില്ല. സീറ്റ് കവർ അടക്കം പക്ക നീറ്റ് ആയിട്ടാണുള്ളത്. ചായ വാങ്ങിച്ച് പൈസ കൊടുത്ത് കൊണ്ടുപോയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. എടുത്തിട്ടില്ല. സിംഗിൾ ഓണറുള്ള വണ്ടിയാണ്. ഇപ്പൊ ഏത് നാട്ടുകാരനാണെങ്കിലും അവനവന്റെ RT ഓഫീസിലേക്ക് NOC എടുത്താണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിലേക്ക് മാറ്റാൻ പറ്റും. എന്താ നമ്മൾ വില പറഞ്ഞ എത്രയായിരുന്നു? ഇത് നമുക്കൊരു ഓഫറായിട്ട് 5 ലക്ഷത്തി, അതായത് 6 ലക്ഷം രൂപ നമുക്ക് പേപ്പർ ആക്കി കൊടുക്കാം. 6 ലക്ഷത്തിന് 2012 ഡിസംബർ വണ്ടി. 2012 എവിടെയും കിട്ടില്ല. 1 ലക്ഷത്തിന്റെ മുകളിൽ താഴെ വ്യത്യാസം വരുന്നുണ്ട്. നല്ല മാറ്റം ഒക്കെ ഓഫർ റേറ്റുള്ള വണ്ടി. ഇതിലെ ഓട്ടോമാറ്റിക് ഉണ്ട്. ഓട്ടോമാറ്റിക് Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ കേട്ടോ. സിംഗിൾ ഓണർ ആണ്. കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. സിംഗിൾ ഓണർ. അതുപോലെ തന്നെ ഇന്ത്യയിൽ കുറച്ച് വെളിച്ചക്കുറവാണ്, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ ഇവരോട് ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നല്ല വൃത്തിയുള്ള അടിപൊളി ഫോട്ടോ കാര്യങ്ങളൊക്കെ അവർ അയച്ചു തരും. ഞാൻ 2-3 നമ്പർ തരേണ്ട. ഏത് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ കിട്ടും കേട്ടോ. ഒന്നിലല്ലെങ്കിൽ മറ്റൊന്നിൽ വിളിച്ചാൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാലും കിട്ടും. ഇതിപ്പോൾ നമ്മൾ എന്താ വില പ്രതീക്ഷിക്കണേ? ഇത് നമുക്കൊരു ഓഫറായിട്ട് 10.25 ലക്ഷം രൂപയ്ക്ക് NOC കൊടുക്കാം. NOCയിൽ 10.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ മറ്റൊരു ക്രിസ്റ്റ, ഇത് നമ്മൾ ബ്ലാക്ക് ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക് അല്ല, ഇത് ആറ്റിറ്റ്യൂഡ് ബ്ലാക്ക്. ഇതും 2021 വണ്ടിയാണ്. ഇത് 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ ഓട്ടോമാറ്റിക് Z ഏറ്റവും ടോപ്പ് വേരിയന്റിൽ വരുന്ന ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. 2.4 ഫുൾ കമ്പനി സർവീസ് ആണ്. ഇപ്പൊ 50,000 കിലോ 50,000 ഇപ്പൊ സർവീസ് ചെയ്ത് റീസെന്റ് സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. 50,000 സർവീസ് വരെ കമ്പനി കഴിഞ്ഞപ്പോ 52,000 കിലോമീറ്റർ ഇപ്പൊ ടോട്ടലായി. കറക്റ്റ് ഫുൾ കട്ട സർവീസ് ഉള്ള വണ്ടി. ഇതെന്താ നമ്മൾ റേറ്റ് പറഞ്ഞേ? ഇത് നമുക്ക് 21 ലക്ഷം രൂപയ്ക്ക് NOCയിൽ കൊടുക്കാം. NOCയിൽ 21 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. കേരള നമ്പർ ആക്കി കൊടുക്കണമെങ്കിൽ അതും വേണം. അതിന്റെ എക്സ്ട്രാ എത്ര വരുന്ന വെച്ചാൽ അത് ചെയ്താൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇത് 2014 നവംബർ. ഇത് NOC എടുത്ത വണ്ടിയാണ്. കൊറോള അൾട്ടീസ് ഏറ്റവും ടോപ്പ് മോഡലിൽ വരുന്ന വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കൽ ഫുൾ ഫിറ്റ് ഉള്ള വണ്ടി. ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് 4,90,000. കസ്റ്റമർക്ക് എടുക്കുക കൊണ്ടാകുക, ഒരു പണി എടുക്കാനില്ല. അത്ര നീറ്റായി എല്ലാം ക്വാളിറ്റി. സീറ്റ് കവറ്, ഡിസ്പ്ലേ എല്ലാം ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. ടയർ പുതിയത്. ബാക്ക് ടയർ ഇപ്പം 11,500 ഇപ്പെട്ടതാണ്. 2 ടയർ ഇപ്പെട്ടതാണ്. 500 കിലോമീറ്റർ ഓടിയിട്ടില്ല ഇപ്പോൾ വണ്ടി ടയർ ഇട്ടിട്ട്.
ഈ ഒരു വണ്ടി എത്രക്കാ കൊടുക്കാൻ ഇത് നമുക്ക് 4,90,000 രൂപയ്ക്ക് കൊടുക്കാം. പേപ്പർ ആക്കിയിട്ടാണ് NOC-യിലല്ല. ആളുകൾ തെറ്റിദ്ധരിച്ച് NOC-യിലാന്ന് കരുതും. NOC-യിലല്ല, പേപ്പർ ആക്കിയിട്ട്. കേരള നമ്പറിൽ 4,90 കൊടുക്കാം. NOC ഇപ്പൊ 84ക്ക് നമ്പർ NOC ആയിന്. NOC ഇപ്പൊ ആയിട്ടുണ്ട്. കേരള നമ്പർ ആയി കഴിഞ്ഞാൽ അതിന് ലോൺ കൊടുക്കാൻ പറ്റും. അത് ലോൺ കൊടുക്കാം നമുക്ക്. ഇതൊക്കെ നമുക്ക് അതിന് ഡബിൾ ഒരുപാട് 6 ലക്ഷം രൂപ നമുക്ക് ലോൺ കയറുന്ന വണ്ടികളാണിത്. ഓക്കെ, ഒരു 1.5 2 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നമുക്ക് ഏതാ ഒരു GL. ഇത് GL 2014 മോഡല് GL 350 ഫോർമാറ്റിക്. ഇത് സെക്കൻഡ് ഓണറിൽ വരുന്ന വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. എന്താ വാഹനത്തെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ പറയാനുള്ളത്? ഇതുമേല് ഇത് ഓണർഷിപ്പ് എത്രയായിരുന്നു? ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള NOC ഓൾറെഡി എടുത്തിട്ടില്ല. അപ്പോൾ വണ്ടി എടുക്കുന്ന ആളെ RT ഓഫീസിലേക്ക് അവർക്ക് വേണ്ടിയിട്ട് NOC എടുത്തു കൊടുക്കാം. NOC നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഇവിടെ ഓണർഷിപ്പ് ആയിട്ടില്ല, ജസ്റ്റ് ടച്ചപ്പ് തന്നെ നമുക്ക് ബൂട്ടൊക്കെ ഓപ്പൺ ചെയ്യാൻ. ഇതിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ഒക്കെ ഓട്ടോമാറ്റിക് ഉള്ള, എല്ലാം ഓട്ടോമാറ്റിക് ആണ്. അടിപൊളി. 2014 മോഡല് GL ആണ്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നീറ്റ് വണ്ടിയാണ്. ഇത് നമുക്ക് പ്രൈസ് 2014 GL 350 ഫോർമാറ്റിക് സെക്കൻഡ് ഓണർ. ഇത് നമുക്ക് പ്രൈസ് വരുന്നത് NOC-യിലാണെങ്കിൽ 23,90,000 രൂപക്ക് നമുക്ക് NOC-യിൽ കൊടുക്കാം. 23,90,000 2014 GL 350 ഫോർമാറ്റിക്. അപ്പോൾ വേണ്ടെങ്കിൽ വിളിച്ചോളി. കൊടുക്കാം. എങ്ങനെ കേരള നമ്പർ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ കസ്റ്റമർക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഏത് RTOക്ക് നമുക്ക് എടുത്തു കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത് ഇനോവ വെസ്റ്റ് ബംഗാൾ. ഇത് 2012-13 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. 12-13 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി. ലോക്കാണല്ലേ. ഇതൊക്കെ നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നുമില്ല. ഇതിനൊക്കെ റീൽ ഓൾറെഡി ഈ ചാനലിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. ഓഫർ പ്രൈസിൽ കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് പേപ്പർ ആക്കിയാണ്ട് സിംഗിൾ ഓണറിൽ വരുന്ന വണ്ടിയാണ്. ഇത് പേപ്പർ ആക്കിയാണ്ട് നമുക്ക് ഇതൊരു 5.25 ലക്ഷം രൂപയ്ക്ക് പേപ്പർ ആക്കി കൊടുക്കാം. 5.25 ലക്ഷം രൂപ 2012-13 വിശ്വസിച്ച് കൊണ്ടുപോവാം. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഒന്നുമില്ല, അവർക്ക് ഓടിച്ചു കൊണ്ടുപോയാൽ മാത്രം മതി. വേറെ ഒന്നും ഒരു പണി എടുക്കാനില്ല. അത്യാവശ്യം നല്ല ഒരു 60-70% വരുന്നുണ്ട്. പിന്നെ അൾട്ടിസ് വൈറ്റ് കളർ. ഇത് 2015 സിംഗിൾ ഓണറിൽ വരുന്ന വണ്ടി. 1,62,000 കിലോമീറ്റർ ഓടിയാണ്. ഡീസൽ തന്നെയല്ലേ വണ്ടി? ഇത് ഡീസൽ വേരിയന്റ് ആണ്. ഇത് നമുക്ക് വർക്കുകളൊന്നും ചെയ്യാനില്ല. ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇതൊക്കെ NOC ആയിട്ടുണ്ട് ഈ വണ്ടി. അത് സെക്കൻഡ് ഓണർ എടുത്താണ്. അപ്പം നമ്പറായ വണ്ടിയാണ്. അങ്ങനെ എടുക്കല്ലേ? അതെ. ഇത് നമുക്ക് പേപ്പർ ആക്കിയാണ്ട് ഒരു 6.25 ലക്ഷം രൂപയ്ക്ക് പേപ്പർ ആക്കി കൊടുക്കാം. 6.25 ലക്ഷം രൂപയ്ക്ക് പേപ്പർ ആക്കി കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഇത് നമുക്ക് ഇത് NOC ആയ വണ്ടിയാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് കൊണ്ടോട്ടിക്ക് തന്നെ ആദ്യം ചെയ്യേണ്ടി വരും. ഓക്കെ, പിന്നെ അടുത്ത ഇന്നോവ. ഇതൊരു ഓഫർ പ്രൈസ് കൊടുക്കാനുള്ള വണ്ടി തന്നെയല്ലേ? ഇത് 2013 വണ്ടി. ഇവിടെ ഉള്ള എല്ലാം ഓഫറിൽ കൊടുത്ത് ഒഴിവാക്കാണ്. ആ സ്റ്റോക്കുകളൊക്കെ തീർത്ത് ഒഴിവാക്കാം. ഇത് സംശയം പോലെ പുറത്ത് ഏത് യാർഡിലും പോയി അന്വേഷിച്ചോട്ടെ. 50,000 1 ലക്ഷത്തിന് മാറ്റുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലാതെ ഇങ്ങോട്ട് വരണ്ട. അതല്ല വരണ്ട. ആൽഫ കാർസിന്റെ ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടി പറഞ്ഞു കേട്ടോ. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ നിന്ന് പള്ളിക്കൽ ബസാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ പുത്തൂർ പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആൽഫ യൂസ്ഡ് കാർസിന്റെ ലൊക്കേഷൻ വരുന്നത്. വാട്സപ്പിൽ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ഇട്ട് കൊടുക്കാം. നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മതി. ഇനി അഥവാ എടുത്തിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ഉറപ്പ് വരുത്തി വില കുറവുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം വന്നാൽ മതി. ഓക്കെ. പിന്നെ ഈ വണ്ടി വരുന്നത് 2013. ഇത് സിംഗിൾ ഓണറിൽ വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഇത് ഏകദേശം ഒരു 1.25 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അത് ഹിസ്റ്ററി സർവീസുള്ള വണ്ടി. ഈ വണ്ടി നമുക്ക് കൊടുക്കാം. ലാസ്റ്റ് ഇത് NOC എടുത്ത വണ്ടിയാണ്. അപ്പോൾ നമുക്കിത് പേപ്പർ ആക്കിയിട്ട് കൊടുക്കാം. പേപ്പർ ആക്കിയിട്ട് നമുക്കൊരു 6,10,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 2013 വണ്ടി 6,10,000 രൂപയ്ക്ക് എവിടുന്ന് കിട്ടും നിങ്ങൾക്ക് വണ്ടി? അതേപോലെ ഏറ്റവും കുറഞ്ഞ വിലക്ക് ഒരു ഇനോവ. അതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2006 V ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ഇത് ഒറിജിനൽ, ഫുൾ ഒറിജിനാലിറ്റി ഉള്ള. ചാവി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയാണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തുറക്കാൻ വയ്യ. ഇത് ഫുൾ ഒറിജിനാലിറ്റിയിലുള്ളതാണ്. ഒന്നും ടൈപ്പ് 4 ഒന്നും കൺവേർട്ട് ചെയ്തിട്ടില്ല. V ആണ്. ഇന്റീരിയൽ കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് 3,10,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി 3,10,000 2006 V ഒന്നും നോക്കാനില്ല. ഈ 3,10,000 നമുക്ക് എന്തെങ്കിലും ചെറിയ നീക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞതാ ഈ ഇതെങ്ങനെ ഗ്രേ കളർ എങ്ങനെ വണ്ടി? ഇത് 2015 ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. നമ്മളൊന്നും ഒരു ടച്ചപ്പ് പോലും ഇനി ചെയ്യാനില്ല. ഒക്കെ ഫുൾ ആൻഡ് ക്ലീൻ നീറ്റ് ആൻഡ് കണ്ടീഷനിലുള്ള വണ്ടിയാണ്.
സീറ്റ് കവറൊക്കെ ക്വാളിറ്റി സീറ്റ് കവർ കേട്ടോ. ഫുള്ള് വണ്ടി തന്നെ ഫുൾ ക്വാളിറ്റി വണ്ടി. അത് ഒരാൾ വന്ന് ഓടിച്ചു നോക്കിയാൽ അവർക്ക് ഇഷ്ടപ്പെടും. അതിന്റെ പുറവശം കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ പൈസ കൊടുക്കുക, ചാവി വാങ്ങുക, കൊണ്ടുപോവുക. ഇത് കൊണ്ടുപോയിക്കാണ്ട് വേറെ NOC എടുത്തിട്ടില്ല. നമുക്ക് NOCയിലാക്കി NOCയിൽ വേണമെങ്കിൽ NOC കൊടുക്കാം. ഒരു 7.25 ലക്ഷം റുപ്യക്ക് NOCയിൽ നമുക്ക് എടുത്തു കൊടുക്കാം. 15V 2015 മോഡൽ വി ഫുൾ NOC എടുത്തു കൊടുക്കാം. അതെ, ഏത് ഇന്ത്യയിലെ എവിടെ തന്നെ RTO ഓഫീസാണെങ്കിലും നമുക്ക് എടുത്തു കൊടുക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും വണ്ടികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾ പുറത്തുള്ളതിനേക്കാളും 1,50,000 റുപ്യേൻ്റെ മുകളിൽ വില കുറവിലാണ് ഇവിടെയുള്ള ഓരോ വണ്ടികളും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ പുറത്ത് അന്വേഷിച്ചിട്ട് വിലപ്പാകുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വന്നാൽ മതി. ഇവിടെ ഏറ്റവും കൂടുതൽ വരാറുള്ള വണ്ടി കച്ചവടക്കാർ തന്നെയാണ്. കച്ചവടക്കാർ വന്നിട്ട് അവരെടുത്ത് കൊണ്ടുപോയി വിൽക്കുന്ന ഷോപ്പാണത്. അപ്പോൾ നിങ്ങൾക്ക് വില കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വന്നോളി. വന്ന് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എടുത്തോളി. ഇവിടെ ഈ നമ്പർ ഞാൻ കാണിക്കുന്നുണ്ട്, ബിബുക്കാൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ധൈര്യമായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ബാക്കി ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേഗം അയച്ചു കൊടുക്കി. കുറഞ്ഞ വിലക്ക് ഒരുപാട് കാറുകളുള്ള സ്ഥാപനം കേട്ടോ. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഒരു വീഡിയോ കാണാൻ വേണ്ടി വണ്ടികൾ ഇനിയും ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ലോങ് വീഡിയോ ആയതുകൊണ്ട് തൽക്കാലം നമുക്ക് ഓക്കെ ഏകദേശം ഇനിയും ഇതുകൂടാതെ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോമ്പൊക്കെ ഒരു പകുതി ആവട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോ കൂടി ചെയ്യണം. അപ്പോൾ എല്ലാ വണ്ടികളും മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോക്ക് വേണ്ടി സമയം മാറ്റി വെച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.